ഹലോ, എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സദ്യക്ക് പായസം ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് പാലട പായസമാണ് കേട്ടോ. അതിനായി നമുക്ക് ഏറ്റവും ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അട വേവിച്ചെടുക്കണമല്ലോ, അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചാൽ നമുക്ക് ഏറ്റവും ആദ്യം. അപ്പോൾ ഇതാ ഞാൻ ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് അട ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 100 ഗ്രാം അടയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കിനി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് ഈ അടയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അട വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് അതുപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ അട നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ഒരു കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അട നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് വേവിച്ചെടുത്തതിനെക്കാട്ടിലും അടച്ചു വെച്ചത് കൊണ്ട് കുറച്ചും കൂടെ നന്നായി വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഒരു അരിപ്പയിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വേവിച്ച അട ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തത് നമ്മൾക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കത് ഈ പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് ഉരുക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു ലൈറ്റ് കൂടുതൽ ഡാർക്ക് ആവേണ്ട എങ്കിൽ കൂടി അതിൻ്റെ ഇടയിലുള്ള ആ ഒരു നേരിയൊരു കളർ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ട് ഇതാ കണ്ടില്ലേ, ഉരുകി ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, 1/4 ഗ്ലാസ് ചൂടുവെള്ളം മതി, ഇത്രയും മതി. നമ്മൾക്ക് നന്നായി ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം അടക്ക് 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പതുക്കെ കുറച്ച് ദൂരം നിന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ചില സമയം മേലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ പാലൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കൈയെടുക്കാതെ നമുക്ക് ഈ പാലൊന്ന് ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മാത്രമേ പാട കെട്ടാതിരിക്കൂ കേട്ടോ. പാട കെട്ടാൻ പാടില്ല. അപ്പോൾ ഇതാ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 250 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേവിച്ച് വെച്ച അട ഇട്ട് കൊടുക്കാം. വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി ഊറ്റിയെടുത്തതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ ഇത് ഒന്ന് മെല്ലെ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ മേലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കൈയെടുക്കാതെ ഇത് ഒന്ന് പായസത്തിൻ്റെ ഒരു പാകമായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്രയും സമയം. അപ്പോൾ ഇതാ തിളപ്പിച്ച പാലിലേക്ക് ഞാൻ അടയിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം 3/4 മണിക്കൂറായിട്ടോ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ നമ്മൾക്ക് പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നീട് തിളപ്പിക്കരുത്. അപ്പോൾ ഞാനിതാ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പിന്നെ ആക്കിയെടുത്താൽ മതി. കൂടുതൽ ആക്കിയെടുത്തു കഴിഞ്ഞാൽ ചൂടാറുന്ന സമയത്ത് കട്ടിയായി പോവും. അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിലൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യിലേക്ക് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പായസത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ പാലട പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടില്ലേ, കയ്യിൽ ഇങ്ങനെ പായസം പാകമായതിൻ്റെ ഒരു ലക്ഷണമാണ്. കയ്യിൽ ഇതങ്ങനെ നല്ല ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പിന്നെ പാകത്തിന് മധുരമൊക്കെ ഇടുക. മധുരം കൂടുതൽ വേണമെങ്കിൽ പിന്നെ മധുരം കൂടുതൽ എടുത്തോളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു അളവിലെടുക്കുന്ന ഞാനിപ്പോൾ എടുത്ത അളവിന് കണക്കായിട്ടുള്ള ഈ പാലടക്ക് കണക്കായിട്ടുള്ള അളവിനനുസരിച്ചിട്ടാണ് പാലൊക്കെ എടുത്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള പാൽ കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിന് കണക്കായിട്ടുള്ള അടയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.